സാഹിത്യകാരൻ്റെ പ്രതിഭ ജന്മസിദ്ധവും ദൈവദത്തവുമാണെന്ന ആശയത്തിനോടായിരുന്നു ആദ്യമേ തന്നെ മാർക്സിയൻ വിമർശകന്മാർക്ക് ഏറ്റുമുട്ടേണ്ടിയിരുന്നത്. പ്രതിഭയ്ക്കു ചുറ്റും കെട്ടിപ്പൊക്കിയ ആത്മീയ പരിവേഷത്തെ നിരാകരിച്ചുകൊണ്ട് പ്രതിഭ ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് EMS എഴുതി. ഞാൻ കലയ്ക്കു വേണ്ടിയാണ് കലാനിർമ്മാണം ചെയ്യുന്നതെന്ന് ഒരു മഹാകവി പറയുകയാണെങ്കിൽ അയാൾ ഒന്നുകിൽ സ്വയം തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. കാരണം തൻ്റെ പരിപൂർണമായ വ്യക്തിത്വത്തെ സ്വച്ഛന്തം ആവിഷ്കരിക്കുമ്പോൾ അതാണ് ഓരോ യഥാർത്ഥ കലാകാരൻ ചെയ്യുന്നത്. അയാളുടെ പരിസരം അയാളുടെ ഹൃദയത്തിലുണ്ടാക്കിയ ചലനങ്ങൾ അതിൽ പ്രതിഫലിപ്പിക്കാതെ നിവൃത്തിയില്ല. പരിസരങ്ങളിൽ നിന്നകന്ന് കലാനിർമ്മാണം ചെയ്യുക എന്നത് സമുദായത്തിൽ നിന്നകന്ന് ജീവിക്കുക എന്നതുപോലെ അസംഭവ്യവുമാണ്. വ്യക്തിപ്രഭാവ സിദ്ധാന്തം എന്നൊന്ന് വിശദീകരിച്ചുകൊണ്ടും ആ സിദ്ധാന്തത്തിലെ അപകടങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടും പിന്നെയും EMS എഴുതുന്നുണ്ട്.